ഹായ് ഹലോ. ഇന്നൊരു പ്രീ വെഡിങ് റിസപ്ഷൻ ലുക്ക് കണ്ടാലോ? ഇത് നിഷാര. നിഷാരയുടെ പ്രീ വെഡിങ് റിസപ്ഷൻ ലുക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആളൊരു മോഡലായിരുന്നു കേട്ടോ. എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ 2-3 ഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസിലാണ് കേട്ടോ ആളുടെ പ്രീ വെഡിങ്ങും വെഡിങ്ങും ഒക്കെ എനിക്ക് തന്നത്. അപ്പൊ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ക്വ കളറിന്റെ സ്പൈസി ഗ്രേ എന്ന് പറഞ്ഞ ഒരു ലെൻസ് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹൈഡ്രേഷന് വേണ്ടിയിട്ട് മാക്കിന്റെ ടോണറാണ് കേട്ടോ ഞാൻ ആൾക്ക് കൊടുത്തിട്ടുള്ളത്. ടോണർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം മോയ്സ്ചറൈസർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫേസിലും നെക്കിലും നല്ല രീതിയിൽ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എംബ്രോളിസിന്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഐ കൺസീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാർട്ടിന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് ടാർട്ടിന്റെ കൺസീലർ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ ടാർട്ടിന് പകരം ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്തിരുന്ന ടൈമില് എനിക്ക് ഒരുപാട് ബേസ് കൊടുക്കേണ്ടി വരാറുണ്ടായിരുന്നു കേട്ടോ. ഈ ഓറഞ്ച് കളർ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതില് ഫൗണ്ടേഷൻ ഇടുക, അതിന്റെ മേളിൽ പൗഡർ സെറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ബേസ് ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ലിക്വിഡ് ബേസ് ആയിട്ട് നല്ല മാറ്റ് ഫിനിഷിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ടാർട്ട് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്ന് മാത്രം നമ്മൾ കൺസീലിങ്ങിന്റെ ഭാഗമായിട്ട് കൊടുത്താൽ മതി. അതിന്റെ മേളിൽ ഫൗണ്ടേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കേട്ടോ. ആളുടെ ഫേസിലെ പിഗ്മെന്റേഷൻ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓറഞ്ച് കറക്ടർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്കിൽ നിന്നാണ് നമ്മൾ ഈ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോ ആളുടെ കണ്ണിന് താഴെ, ഫോർഹെഡ്, അതുപോലെ ഈ ലിപ്പിന്റെ ഒക്കെ ആ ഒരു ഏരിയയിൽ ചെറുതായിട്ടൊരു കളർ കറക്ഷന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ വളരെ ലൈറ്റ് ആയിട്ട് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഓറഞ്ച് കറക്ടർ ഒരുപാട് ഹെവി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ബേസ് കൊടുത്ത് അത് കവർ ചെയ്യേണ്ടി വരും. സോ നമ്മൾ ഒരു ചെറിയ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഈവൻ ആക്കി കൊടുക്കണം കേട്ടോ. ശേഷം ഞാനൊരു പൗഡർ വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മാക്കിന്റെ മീഡിയം ഷെയ്ഡിൽ വരുന്ന പൗഡറാണ് ആൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ബേസ് നമ്മൾ കൊടുക്കുന്നത് ഡെർമയുടെ പാലറ്റിൽ നിന്നാണ് കേട്ടോ. കറക്റ്റ് സ്കിൻ ടോൺ നോക്കി തന്നെയാണ് ഇപ്പൊ നമ്മൾ ബേസ് കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതെനിക്ക് കുറച്ചുകൂടെ ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രൊഡക്റ്റ് അങ്ങ് വരുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് എനിക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം കൊടുക്കും. അതിനുശേഷം ഞാൻ നന്നായിട്ട് പ്രോപ്പറായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ഈവൺ ആക്കും. ഫസ്റ്റ് ബേസ് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്തു. ഞാൻ ലിക്വിഡ് ഫൗണ്ടേഷൻ കൊടുത്തു. അത് നാഴ്സിന്റെ ആയിരുന്നു. ആളുടെ കറക്റ്റ് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നാഴ്സിന്റെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ ഐബ്രോസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും 2 ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 2 ഐബ്രോസ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൽ ഏതാണ് ആൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് ചേരുന്നതെന്ന് ആളോട് ചോദിച്ചു. അപ്പൊ ആള് പറഞ്ഞത് റൈറ്റ് സൈഡിലെ ഷേപ്പിൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഐബ്രോസും ആ റൈറ്റ് സൈഡിലെയും കൂടെ ഈക്വൽ ആക്കി നല്ല ഫില്ല് ചെയ്ത് ഹൈലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടോ. 2 ഐബ്രോസും നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്തതിന് ശേഷം ദാ ഒരു ഫൗണ്ടേഷന്റെ ഷെയ്ഡ് വെച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് അൺവാണ്ടഡ് ഹെയർസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് 2 ഐബ്രോസും നമുക്ക് ഈക്വൽ ആയിട്ട് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും ആളോട് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാറുള്ളൂ. അപ്പൊ ഐബ്രോസ് ആൾക്ക് ഓക്കെ ആയി. നമ്മളപ്പോ ഐ മേക്കപ്പിലേക്ക് കടന്നു. നമ്മളൊരു ഷിമ്മറെല്ലാം ആഡ് ചെയ്തിട്ട് കോസ്റ്റ്യൂമിനൊക്കെ നന്നായിട്ട് ചേരുന്ന രീതിയിൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ചെയ്യാന്നാണ് പ്ലാൻ ചെയ്തത്. ഹുദ ബ്യൂട്ടിയുടെ പാലറ്റ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഐ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ക്രീസ് ലൈൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും കുറച്ച് ഒരു മെറൂണിഷ് ആയിട്ടുള്ള ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ദാ ഈ ഒരു ഷെയ്ഡിലേക്ക് കൊണ്ടുവന്ന് ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തു. പിന്നെ 2-3 ഷെയ്ഡ്സ് നമ്മൾ ഗിൽറ്റർ കാണിച്ചു കൊടുത്തു. അതിനകത്ത് ആൾക്ക് ഇഷ്ടപ്പെട്ട ദാ ഈ ഒരു ഷിമ്മർ ഷെയ്ഡായിരുന്നു കേട്ടോ. അത് നമ്മൾ 2 കണ്ണിലും ഈക്വൽ ആയിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഐയുടെ ആ ലിഡിൽ മാത്രമാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് ഐയുടെ എൻഡ് പോർഷനിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഷിമ്മറിന്റെ മേളിലേക്ക് നമുക്ക് വേണമെങ്കിൽ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും പിഗ്മെന്റേഷൻ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് ഷിമ്മർ കൊണ്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരാൻ കൂടുതൽ അങ്ങ് സ്പ്രെഡ് ആയി പോകും. ഐ ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലോട്ടിന്റെ ജെൽ ഐലൈനർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല പിഗ്മെന്റഡ് ആണ്, നല്ല ബ്ലാക്ക് കളറാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, സ്മച്ച് പ്രൂഫ് ആണ്. അപ്പൊ ഞാൻ ഔട്ടർ കോർണറിലും ഇന്നർ കോർണറിലും ഒക്കെ ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇംഗ്ലോട്ടിന്റെ ജെൽ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ.
ആൾക്ക് ഫേക്ക് ലാഷസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. യൂറോ പാരിസിന്റെ 54 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മൾ ആൾക്ക് ലാഷസ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ ഈ ലാഷ് നമുക്ക് തരുന്നത്. ലൈൻ ചെയ്ത ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ഞാൻ സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്ലെയിൻ ആയിട്ട് ഐ ലൈൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് ഭംഗി തോന്നിയിരിക്കുന്നത് ഇതുപോലെ സ്മജ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ. ആള് കണ്ണിന് താഴെ ലൈൻ ചെയ്യാറില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വാട്ടർ ലൈനിന്റെ ഉള്ളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് താഴോട്ട് ബ്ലാക്ക് വരുന്ന രീതിയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഒന്ന് താഴോട്ട് സ്മജ് ചെയ്തൊന്നും ബ്ലാക്ക് വെച്ച് കൊടുത്തിട്ടില്ല. വളരെ ലൈറ്റ് ആയിട്ട് മാത്രം കണ്ണിന്റെ ഉള്ളിൽ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കോണ്ടോറിംഗിലേക്ക് കടന്നു കേട്ടോ. കോണ്ടോറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൗഡർ ബേസ്ഡ് പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നോസ് കോണ്ടോറിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഞാനൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നോസ് കോണ്ടോറിംഗ് ചെയ്യുന്നത്. ചീക്കും ചിന്ന് ഫോർഹെഡ് ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് കോണ്ടോറിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ മാത്രം വരുമ്പോൾ ഫേസ് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോകും. ആളുടെ ഫീച്ചേഴ്സ് ഒക്കെ ഹൈഡ് ആയി പോയിട്ടുണ്ടാവും. ആ ഫീച്ചേഴ്സ് നമ്മൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കോണ്ടോറിംഗ് ചെയ്യുന്നത്. ബ്ലഷ് വളരെ ലൈറ്റ് ആയിട്ട് മാത്രം കേട്ടോ ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചിന്ന്, ചീക്ക്, നോസ്, ഫോർഹെഡ് ഒക്കെ നമ്മൾ ബ്ലഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൗഡർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് ആയിട്ട് മതി എന്നാണെങ്കിൽ നമുക്ക് പൗഡർ ബേസ്ഡ് ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. ആളുടെ ലിപ്പ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. PSCയുടെ ലിപ് പെൻസിലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ലിപ് ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കൊടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ആളുടെ ഓർണമെന്റ്സിന്റെ ആ സ്റ്റോണിനൊക്കെ മാച്ച് ആയി പോകുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാക്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എടുത്തിട്ടുള്ളത് കേട്ടോ. മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ലോങ് ലാസ്റ്റിംഗും ആണ്. എന്റെ ഫേവറേറ്റ് സെക്ഷൻ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് ആണ് കേട്ടോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാക്കിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഹൈലൈറ്റിംഗ് ചെയ്യുന്നത്. നോസും ചീക്കും ചിന്നൊക്കെ ഞാൻ നല്ല രീതിയിൽ ഒന്ന് ഹൈലൈറ്റിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫൈനലി ആൾക്കൊരു സ്മോൾ ബിന്ദിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഫേസ് മേക്കപ്പ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മളിപ്പോ ഫിക്സിംഗ് സ്പ്രേ ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അർബൻ ഡെക്കയുടെ ഫിക്സിംഗ് സ്പ്രേ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് മേക്കപ്പ്. നന്നായിട്ട് സെറ്റിൽ ആവാനും ആ ഫൗണ്ടേഷനൊക്കെ കറക്റ്റ് സ്കിന്നിനോട് അങ്ങ് ആപ്റ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസും ടോണൊക്കെ തരും കേട്ടോ. അത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു ഫിക്സിംഗ് സ്പ്രേ ആണ് കേട്ടോ ഇത്. ഹെയർ സ്റ്റൈലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സെക്ഷൻ എടുത്തിട്ട് ഹെയർ ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെൻറ്റർ പോർഷൻ എടുത്ത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ആളുടെ ഫ്രണ്ട് പോർഷൻ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ആളുടെ കോസ്റ്റ്യൂമിന് സ്യൂട്ട് ആവുന്ന രീതിയിൽ നമ്മൾ ഇതാ മുല്ലപ്പൂ വെച്ച് മാത്രമാണ് കേട്ടോ ഫ്ലവർ സെറ്റിംഗ് ചെയ്യുന്നത്. ഒരു 4-5 മുഴം എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഞാൻ രണ്ട് സൈഡിലും ചരട് കെട്ടിയിട്ട് ദാ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഫിക്സ് ചെയ്തു. ദെൻ ബാലൻസ് വരുന്ന ഫ്ലവർ ആ ഒരു ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഫ്ലവർ സെറ്റിംഗ് വീഡിയോ എന്റെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും മില്യൺ വ്യൂസ് പോയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ അടിച്ച വീഡിയോസ് ഒന്നും എനിക്ക് യൂട്യൂബിൽ അങ്ങനെ മില്യൺ അടിച്ചിട്ടില്ല. പക്ഷെ എന്തോ ഇത് രണ്ട് വീഡിയോ ഒരേ സമയം പോസ്റ്റ് ചെയ്തതാണ്. ഒരേ സമയത്ത് രണ്ടും ഈക്വൽ ആയിട്ട് മില്യൺ പോയൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് കോംപ്ലിമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫ്ലവർ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ 10 മുഴം മുല്ലപ്പൂ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോ തവണ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും മുല്ലപ്പൂ സെക്ഷനിൽ വരാൻ നേരത്ത് എത്ര മുഴം യൂസ് ചെയ്തു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് 10 മുഴമാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. സാധാരണ നമ്മൾ ബ്രൈഡ്സിനൊക്കെ വരാൻ നേരത്ത് ഒരു 15 മുഴമൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ആളുടെ ഫ്ലവർ സെറ്റിങ്ങും ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് തലേദിവസം വാങ്ങിച്ചു വെച്ച ഫ്ലവർ ആയിരുന്നു കേട്ടോ. എങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഇരുന്നത്. ആളുടെ ഫ്രണ്ടിൽ നമ്മൾ 2 സെക്ഷനായിട്ട് ഹെയർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് കേൾ ചെയ്താലോ എന്നുള്ളൊരു ഓപ്ഷൻ പോയി. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് കേൾ ചെയ്ത് നോക്കിയപ്പോൾ ആൾക്ക് ചേരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളത് അങ്ങ് ഫിക്സ് ചെയ്തു. നമ്മൾ മൂസ് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ കേൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ കേൾസ് ആണ് ആൾക്ക് കൊടുക്കുന്നത്. ഇവരുടേതൊരു ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു കേട്ടോ. തലേദിവസത്തെ പരിപാടി ക്രിസ്ത്യൻ സ്റ്റൈലിലും വെഡിങ് ഹിന്ദു സ്റ്റൈലിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രീ വെഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല നമ്മൾ റെഡി ആവാൻ വേണ്ടിയിട്ട്. ബ്രൈഡിന്റെ സിസ്റ്ററിനും കൂടി റെഡി ആവാനുണ്ടായിരുന്നു. ആളുടെ ഹെയർ ക്രിംപ് ചെയ്യുന്ന ടൈമിൽ ആളെയും കൂടി ഞാൻ പോയി റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെ കോസ്റ്റ്യൂമിന്റെ ഷെയ്ഡും റെഡിയായിരിക്കുന്ന സ്റ്റൈലും ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. ബ്രൈഡിന്റെ സിസ്റ്ററിന് ഒട്ടും ഹെയറിന് ലെങ്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഡോണറ്റ് വെക്കാൻ പോലും നമുക്ക് ഹെയർ ഉണ്ടായിരുന്നില്ല. ഡോണറ്റ് ഇല്ലാതെയാണ് ഈ ഒരു ഫ്ലവർ സെറ്റിംഗ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എറണാകുളത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ വർക്ക് ഉണ്ടായിരുന്നത്. ആളുടെ വെഡ്ഡിങ് വന്നിട്ട് ആലപ്പുഴയിലാണ്. നമ്മുടെ സർവീസ് ഓൾ കേരള അവൈലബിൾ ആണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് മേക്കപ്പ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ വന്നിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്തു തരുന്നതാണ് കേട്ടോ.
മേക്കപ്പ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറും ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാനോ വിളിക്കാനോ ഒക്കെയുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആളുടെ ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക് ഉണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആൻഡ് നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ ആൾക്ക് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിശാലയുടെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാച്ചിങ്.